തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി വിശുദ്ധ പഫ്നൂഷ്യസ്, മരിച്ച വർഷം 356. ഈജിപ്തിലെ മരുഭൂമിയിൽ മഹാനായ വിശുദ്ധ ആന്റണിയോടുകൂടി കുറെ കാലം ചെലവഴിച്ച പഫ്നൂഷ്യസ് അപ്പർ തെബായിസിലെ മെത്രാനായിരുന്നു. മാക്സിമിന്റെയായുടെ കാലത്ത് മറ്റു പലരോടൊപ്പം ഇദ്ദേഹത്തിന്റെയും വലതുകണ്ണ് തുരന്നുകളഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ ഖനികളിൽ ജോലി ചെയ്യാൻ അയക്കുകയാണുണ്ടായത്. കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്വന്തം രൂപതയിലേക്ക് മടങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. വിശ്വാസത്തിനു വേണ്ടി വളരെയേറെ സഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഖ്യാ സുനഹദോസിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. വിശുദ്ധ അത്തനേഷ്യസിനോട് വലിയ മൈത്രിയിലായിരുന്നു ബിഷപ്പ് പഫ്നൂഷ്യസ്. 335 ടൈർ സൂനഹദോസിലേക്ക് അവർ രണ്ടുപേരും കൂടിയാണ് പോയത്. അവിടെ പലരും ആര്യൻ പാഷണ്ഡത സ്വീകരിച്ചവരായിരുന്നു. അവരുടെ ഗണത്തിൽ തന്നെപ്പോലെ ഒരു ദൃഷ്ടി നഷ്ടപ്പെട്ടിരുന്ന ജെറുസലേം ബിഷപ്പ് മാക്സിമോസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി. അദ്ദേഹത്തെ തനിച്ചു വിളിച്ചുകൊണ്ടുപോയി വിശ്വാസത്തിന്റെ മൌലികത്വം നിഷേധിക്കാൻ ഇടയാകരുതെന്ന് അഭ്യർത്ഥിച്ചു. പഫ്നൂഷ്യസ് എങ്ങനെ മരിച്ചുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. റോമൻ മാർട്ടിറോളജിയിൽ അദ്ദേഹത്തിന്റെ മരണം സെപ്റ്റംബർ 11 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിചിന്തനം: സ്വരാജ്യത്തിനു വേണ്ടി പടവെട്ടുന്നത് മഹത് ലക്ഷണമാണെങ്കിൽ കർത്താവിനെ വിശ്വസ്തതാപൂർവം അനുധാവനം ചെയ്യുന്നത് മഹത്വം തന്നെയാണ്. തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധർ രക്തസാക്ഷികളായ വിശുദ്ധ പ്രോത്തൂസും വിശുദ്ധ ഹയാസിന്തും. മരിച്ച വർഷം 257. റോമ നഗരത്തെ തങ്ങളുടെ രക്തം കൊണ്ട് നനച്ചിട്ടുള്ള പ്രശസ്ത രക്തസാക്ഷികളുടെ ഗണത്തിൽപ്പെടുന്നു വിശുദ്ധ പ്രോത്തൂസും വിശുദ്ധ ഹയാസിന്തും. ക്രിസ്തുവിന്റെ കൊച്ചു അജഗണത്തെ തകർക്കുകയായിരുന്നു ചക്രവർത്തിമാരുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുമ്പോൾ ദേവന്മാർ സംപ്രീതരാകുമെന്നായിരുന്നു ചക്രവർത്തിമാരെ വിജാതീയ പുരോഹിതർ ധരിപ്പിച്ചിരുന്നത്. യമാസൂസ് പാപ്പ എഴുതിയിട്ടുള്ള ഒരു ശിലാലിഖിതത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രോത്തോസും ഹയാസിന്തും സഹോദരന്മാരാണെന്നും ആദ്യം രക്തസാക്ഷിത്വം വഹിച്ചത് ഹയാസിന്താണെന്നുമാണ്. വലേരിയൻ ചക്രവർത്തിയുടെ കാലത്താണ് അവരുടെ രക്തസാക്ഷിത്വം. വിശുദ്ധ എവുജീനിയനും അവരോടുകൂടെ രക്തസാക്ഷിത്വ മകുടം ചൂടി. സലേരിയൻ മാർഗത്തിൽ വിശുദ്ധ ഹെർമയുടെ ഭൂഗർഭാലയത്തിലാണ് ഇവർ രണ്ടുപേരും സംസ്കരിക്കപ്പെട്ടത്. 9-ാം ശതാബ്ദത്തിൽ വിശുദ്ധ പ്രോത്തൂസിന്റെ അവശിഷ്ടം ലഭിച്ചു. 1845 വിശുദ്ധ ഹയാസിന്തിന്റെ ശരീരവും കണ്ടെത്തി. ഇദ്ദേഹത്തെ തീയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഊഹിക്കപ്പെടുന്നു. വിചിന്തനം: വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം: ഒരുവൻ തന്റെ സ്നേഹിതനു വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല.